ഹലോ മൈ ഗേസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അതെ മഞ്ഞപ്പട സ്വന്തം ടീമിനെ ഇത്രയധികം നെഞ്ചിലേറ്റിട്ടുള്ള മറ്റേത് ടീമാണ് ISL ഉള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാമത്തെ സീസണിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബ് FC ആണ് ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നത്. കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം ഈ വരുന്ന സെപ്റ്റംബർ 15 നടക്കുന്നത്. പിന്നീട് സെപ്റ്റംബർ 22, ഒക്ടോബർ 25, നവംബർ 7, 24, 28, ഡിസംബർ 22 എന്നീ തീയതികളിലൊക്കെ തന്നെയാണ് KBFCയുടെ പിന്നീടുള്ള ഹോം മാച്ചസ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പുതിയ ആവേശം, പുതിയ ചുവടുവെപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. പുതിയ സ്വീഡിഷ് പരിശീലകനായിട്ടുള്ള മൈക്കിൾ സ്റ്റെഹറയ്ക്ക് കീഴിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ആ ഒരു കന്നി കിരീടത്തിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ? അതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ സ്ക്വാഡ് എങ്ങനെയുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ സ്ക്വാഡ് എങ്ങനെയുണ്ട് എന്നുള്ളത്. വെൽക്കം ബാക്ക് ടു ഗാങ് ഓഫ് ബ്ലാസ്റ്റേഴ്സ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. നിലവിലുള്ള KBFCയുടെ സ്ക്വാഡ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ, ഗോൾ കീപ്പറായിട്ട് നോവ ഫെർണാണ്ടസ്, സച്ചിൻ സുരേഷ്, അതുപോലെ തന്നെ സോം കുമാർ എന്നിങ്ങനെ 3 താരങ്ങളാണുള്ളത്. ഡിഫൻഡേഴ്സ് ആയിട്ട് ഐബൻ ഡോഹ്ലിംഗ്, അതുപോലെ തന്നെ മുഹമ്മദ് സഹീഫ്, അലക്സാണ്ടർ കോയഫ്, അതുപോലെ തന്നെ ഹോർമിപ്പാം റോവിയ, മിലോസ് ട്രിൻസിച്ച്, അതുപോലെ തന്നെ നവോച്ച സിംഗ്, സന്ദീപ് സിംഗ്, പ്രബീർ ദാസ്, പ്രീതം കോട്ടൽ എന്നീ താരങ്ങളൊക്കെ തന്നെയാണ് ഡിഫൻഡേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ ആഡ്രിയാൻ ലൂണ, അതെ ക്യാപ്റ്റൻ, മുന്നിൽ നിന്ന് നയിക്കാൻ പടനായകനുണ്ട്. ഫ്രെഡി ലോലം, അതുപോലെ തന്നെ വിപിൻ മോഹനൻ, ദാനിഷ് ഫാറൂഖ്, യോഹെം ബമീറ്റെ, മുഹമ്മദ് അസ്ഹർ, കപ്പാസിറ്റിയുള്ള താരങ്ങളായിട്ടുള്ള രാഹുൽ KP, സൗരവ് മണ്ഡൽ, ബ്രൈസ് മിറാൻഡ, മുഹമ്മദ് ഐമൻ, ലാൽത്തൻ മാവി, അതുപോലെ തന്നെ കറോ സിംഗ്, നോ സദൈ എന്നീ താരങ്ങളൊക്കെ തന്നെയാണ് വിംഗേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫോർവേഡിൽ ഇഷാൻ പണ്ഡിറ്റ്, അതുപോലെ തന്നെ ശ്രീകുട്ടൻ MS, ജീസസ് ജിമിനസ്, അതുപോലെ തന്നെ കോമെ പെപ്ര. ഡെഫിനറ്റ്ലി ഒരു മികച്ച സ്ക്വാഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ മറ്റ് ISL ടീമുകൾക്കൊപ്പം, പ്രത്യേകിച്ചും മോഹൻ ബഗാൻ, അതുപോലെ തന്നെ FC ഗോവ, മുംബൈ സിറ്റി പോലെയുള്ള വമ്പൻ ടീമുകളുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ക്വാഡ് എത്രത്തോളം മികച്ചതാണെന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സ്ക്വാഡ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് വളരെ മികച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിദേശ താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളും ഒക്കെയുള്ള ഒരു കിടിലൻ ടീം തന്നെയാണ് നമുക്കുള്ളത്. അത് എങ്ങനെയായിരിക്കും ആ ഒരു സ്ക്വാഡിൽ നിന്നും 11 തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായിട്ട് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നതും. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് മികച്ചത് തന്നെയാണ്. ബട്ട് മറ്റ് ISL ടീമുകൾക്കും വമ്പൻ സ്ക്വാഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മഞ്ഞപ്പട ആരാധകർ ആ ഒരു കന്നി കിരീടത്തിനായിട്ട് കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.